ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. നിരവധി ഇടങ്ങളിൽ റെഡ് അലർട്ട്. NDRF, SDRF സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിലും കനത്ത ജാഗ്രതയിൽ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രശ്മി ജയദാസ് ചേരുകയാണ്. രശ്മി, ഇപ്പോൾ തമിഴ്നാടിന് വളരെയധികം ഭീതി ഉണർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഡിറ്റ്വ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ കനത്ത നാശമായിരുന്നു. 100-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ശ്രീലങ്കയിൽ വളരെയധികം നാശനഷ്ടങ്ങൾ വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് നിലവിൽ തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച ചുഴലിക്കാറ്റ് ഇപ്പോൾ വേഗത കുറഞ്ഞ് 5 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിന്റെ വേഗത കുറയുന്നതിനനുസരിച്ച് മഴമേഘങ്ങളെ ആകർഷിക്കാനുള്ളതിന്റെ കരുത്താർജിക്കുകയും തന്മൂലമാണ് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ കനത്ത മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാഗപട്ടണം, രാമനാഥപുരം തുടങ്ങിയ മേഖലകളിലാണ് വലിയ രീതിയിൽ മഴ നാശനഷ്ടം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കെടുതിയിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ 28ഓളം NDRF, SDRF സംഘങ്ങൾ നിലവിൽ തമിഴ്നാട്ടിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങളുമായി സജീവമായിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് കര തൊടില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ 2023 സമാനമായി ഏതെങ്കിലും സാഹചര്യത്തിൽ കര തൊടുകയാണെങ്കിൽ 10ഓളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാടിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 10ഓളം NDRF സംഘങ്ങളടക്കം വിമാനമാർഗം അവരെ തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങളടക്കം പൂർത്തിയായതായി തമിഴ്നാട്ടിലെ ദുരന്ത നിവാരണ മന്ത്രി അറിയിച്ചിരുന്നു. കൂടാതെ നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 47ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ റെയിൽവേ ഗതാഗതം, ദക്ഷിണ റെയിൽവേ അടക്കം ട്രെയിനുകളുടെ സമയക്രമങ്ങളടക്കം മാറ്റിയതായി അറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. കൂടാതെ റോഡ് മാർഗമുള്ള ഗതാഗതവും പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്, ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ 24,000-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തമിഴ്നാട് തുറന്നിരിക്കുന്നത്. ശ്രീലങ്കയിൽ വലിയൊരു നാശനഷ്ടമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് വിധിച്ചിരിക്കുന്നത്. 100-ലധികം പേരാണ് ഈ ചുഴലിക്കാറ്റിൽ മരണപ്പെട്ടത്. കൂടാതെ വളരെയധികം കനത്ത മഴയിലും മണ്ണിടിച്ചിലും വലിയ നാശനഷ്ടങ്ങളാണ് ശ്രീലങ്കയിൽ ഉണ്ടായത്. ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും എത്തുന്നുണ്ട്. 2 ദിവസത്തിലധികമായി തണുത്ത കാലാവസ്ഥയാണ് കേരളത്തിലെ പല ജില്ലകളിലും അനുഭവപ്പെടുന്നത്. നിലവിൽ വലിയ മുന്നൊരുക്കത്തിലാണ് തമിഴ്നാടുള്ളത്. അതേസമയം കനത്ത മഴ തുടരുകയാണ്. ഡിസംബർ 1 ചുഴലിക്കാറ്റിന്റെ വേഗത കുറയുമെന്നും അതിനനുസരിച്ച് മഴ ക്രമേണ കുറയുമെന്നുമുള്ള മുന്നറിയിപ്പിലാണ് സംസ്ഥാനമുള്ളത്. സിന്ധൂരി.